എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂലൈ 1 മുതൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ആദ്യത്തെ അറിയിപ്പ്, പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയൊക്കെ ജൂലൈ 1 മുതൽ ATM ഇടപാടുകൾ, പണം പിൻവലിക്കൽ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തുടങ്ങിയവയുടെ നിരക്കുകൾ മാറ്റം വരികയാണ്. റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുമേഖലയിൽ ഉൾപ്പെടെ പല ബാങ്കുകളും തന്നെ ജൂൺ മുതൽ തന്നെ ATM നിരക്കുകൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിരുന്നു. നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ATM ആയാലും നിശ്ചിത സൗജന്യ പരിധി കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ ഉപയോഗത്തിലും ഫീസ് കൂടുതലാണ്. ഓരോ ബാങ്കിലും ഫീസ് വ്യത്യസ്തമാണ്. മിക്ക ബാങ്കുകളിലും പ്രതിമാസ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞുള്ളവയ്ക്ക് 23 രൂപ വീതം ATM ഇടപാട് ചാർജ് ഈടാക്കുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെടുത്തി അവ പരിശോധിച്ച് പരിഹരിക്കുന്നതിനായിട്ട് കേരള ബാങ്ക് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നഷ്ടത്തിലായിട്ടുള്ള സഹകരണ ബാങ്കുകളുടെ കണക്കെടുത്ത് അവ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതാണ്. സംസ്ഥാനത്ത് 863 പ്രാഥമിക സഹകരണ ബാങ്കുകൾ നഷ്ടത്തിലാണെന്നാണ് കണക്ക് കൂട്ടുന്നത്. മൊത്തം നഷ്ടം 742 കോടി രൂപയാണ്. ബാങ്കിൻ്റെ സ്വന്തം ഫണ്ടിനേക്കാൾ നഷ്ടമുണ്ടായാൽ നിക്ഷേപകർക്ക് മുഴുവൻ പണവും തിരികെ നൽകുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നതാണ്. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത് തടയുവാനാണ് കേരള ബാങ്കിൻ്റെ ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ബാങ്കിംഗ് മാനേജ്മെൻറ്റ് മേഖലയിലെ വിദഗ്ധർ പരിശോധനയ്ക്കും അതോടൊപ്പം തന്നെ പദ്ധതി തയ്യാറാക്കുന്നതിനും വേണ്ടി മേൽനോട്ടം വഹിക്കുന്നതാണ്. നഷ്ടത്തിലുള്ള ബാങ്കുകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു ഭരണസമിതി അംഗം, സീനിയർ സ്റ്റാഫ് എന്നിവർ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമാകുന്നതാണ്. 120 പേരെ ഉൾപ്പെടുത്തി 3 ബ്രാഞ്ചുകളിലെ പരിശോധന നടത്തുവാനാണ് നിലവിലെ തീരുമാനം ആയിട്ടുള്ളത്. ഒരു ബാച്ചിൽ 10 സഹകരണ ബാങ്കുകളുടെ പരിശോധനയാണ് നടത്തുന്നത്. ജൂലൈ 2ാം വാരം മുതൽ തന്നെ പ്രധാനമായിട്ടും കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് കേന്ദ്രത്തിലാണ് ഇതിൻ്റെ പരിശോധന നടക്കുന്നത്. സാമ്പത്തിക സ്ഥിതി അടിയന്തരമായിട്ട് മെച്ചപ്പെടുത്തേണ്ട 30 ബാങ്കുകളെയാണ് കർമ്മ പദ്ധതിയുടെ ഭാഗമാക്കുന്നത്. ഇത് വിജയകരമാണെങ്കിൽ പ്രധാനമായിട്ടും 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. കേരള ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തിനോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. നഷ്ടത്തിൻ്റെ കാരണം വിലയിരുത്തി അതിനനുസരിച്ച് ഓരോ ബാങ്കിനുമുള്ള തിരുത്തൽ നടപടിയാണ് കർമ്മ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്നത്. നഷ്ടത്തിൻ്റെ കാരണം വിലയിരുത്തുകയാണ് ആദ്യ നടപടി. ബിസിനസ്സിൻ്റെ പോരായ്മ, അതോടൊപ്പം തന്നെ കുടിശ്ശിക കൂടുന്നത്, നിക്ഷേപം കൂടുകയും വായ്പ കുറയുകയും ചെയ്യുന്നത് എന്നിവയെല്ലാമാണ് പൊതുവെ നഷ്ടമുണ്ടാകുന്ന ഘടകങ്ങൾ. ഓരോ ബാങ്കിൻ്റെയും പോരായ്മ കണക്കാക്കിയാണ് തിരുത്തൽ നടപടി ഉണ്ടായിരിക്കുന്നത്. അതനുസരിച്ചുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതാണ്. അടുത്തത് 2025-26 വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിക്ക് മുൻപ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ജൂലൈ 31 വരെയായിരുന്നു. എന്നാൽ പിന്നീട് സെപ്റ്റംബർ 15 വരെ സമയം നീട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന തീയതികളിൽ വെബ്സൈറ്റിലെ തിരക്ക് മൂലം സാങ്കേതിക തകരാറുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ മാസം തന്നെ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. അടുത്തത് പ്രധാനമായിട്ടും SBI കാർഡ് ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യുന്ന എയർ ടിക്കറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നൽകിയിരുന്ന 1 കോടി രൂപയുടെ ഇൻഷുറൻസ് ചില പ്രീമിയം കാർഡുകളിൽ ജൂലൈ 15 മുതൽ നിർത്തലാക്കുന്നതാണ്. SBI കാർഡ്, എലൈറ്റ് മൈൽസ് കാർഡ്, അതോടൊപ്പം തന്നെ മൈൽഡ് പ്രൈം കാർഡ് തുടങ്ങിയ കാർഡുകളിൽ ഇനി ഈ സേവനം ലഭ്യമാകുന്നതല്ല. SBI കാർഡ് എലൈറ്റ്, എലൈറ്റ്, മൈൽഡ് പ്രൈം തുടങ്ങിയ കാർഡുകളിൽ ഇനി സേവനം ലഭിക്കുന്നതല്ല. SBI കാർഡ് പ്രൈം, SBI കാർഡ് പൾസ് എന്നിവയിൽ നൽകിയിരുന്ന 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ജൂലൈ 15 മുതൽ നിർത്തലാക്കുന്നതാണ്. അടുത്തത് SBI ക്രെഡിറ്റ് കാർഡിൻ്റെ മിനിമം എമൗണ്ട് കണക്കാക്കുന്നതുമായി ബന്ധപ്പെടുത്തി 15 മുതൽ ചില വ്യത്യാസങ്ങൾ കമ്പനി വരുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും HDFC ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുത്ത ഇടപാടുകാർക്കുള്ള
ഫീസിലും ഇനി മുതൽ മാറ്റം വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ബാങ്കിങ് അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.